കഴിഞ്ഞ കുറെ കാലമായി, കൃത്യമായി പറഞ്ഞാൽ 2024 തൊട്ട് നമ്മളുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹങ്ങൾ, ലഹളകൾ, സ്ഫോടനങ്ങൾ, സംഘർഷങ്ങൾ അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ പതുക്കെ പതുക്കെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഷേഖ് ഹസീനയ്ക്ക് എതിരെ തുടങ്ങിയ പ്രക്ഷോഭം പിന്നീട് ഹിന്ദു വംശഹത്യയുടെ വക്കിലേക്ക് നീങ്ങി. പക്ഷെ ഇപ്പോൾ അത് ഒരു പിടി കൂടി കടന്ന് ഇന്ത്യക്ക് നേർക്കായി ആക്രമണം. ഇന്ത്യൻ എംബസികൾക്ക് നേരെ, ഇന്ത്യൻ്റെ വിസ അപേക്ഷാ കേന്ദ്രങ്ങൾക്ക് നേരെ, ഇന്ത്യക്ക് നേരെ പ്രത്യക്ഷമായി തിരിയുകയാണ് ഇടതെന്നും വലതെന്നുമില്ലാത്ത അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ഇന്ത്യയും പതുക്കെ പതുക്കെ നിലപാട് കടുപ്പിക്കുകയാണ്. ആദ്യം ഇന്ത്യയാണ് ബംഗ്ലാദേശിലുള്ള വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയത്. തൊട്ടു പിന്നാലെ ബംഗ്ലാദേശും അതേ നീക്കത്തിലാണ്. ഇപ്പോൾ ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് ബംഗ്ലാദേശ് അവരുടെ നയതന്ത്ര പ്രതിനിധികളെ ഒരുപക്ഷെ തിരിച്ചു വിളിച്ചേക്കുമെന്ന്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ രൂക്ഷമാക്കും. സ്ഥിതിഗതികൾ അത്ര ശോഭനമല്ല എന്ന് സാരം. ഇന്ന് ദില്ലിയിലടക്കം രാജ്യത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്ത പ്രതിഷേധ പ്രകടനം വലിയ പ്രതിഷേധ കടൽ തന്നെയാണ് തീർത്തത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ്. എല്ലാത്തിനും പിന്നിൽ ഇന്ത്യ എന്ന് പറഞ്ഞു തീർക്കാനാണ് അവർക്ക് എളുപ്പം. അതിനിടയിൽ ബംഗ്ലാദേശിലെ സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കരുതിയ മുഹമ്മദ് യൂനസിനെതിരെ ഇപ്പോൾ അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയ ആ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇൻക്ലാബ് മഞ്ച് അവരായിരുന്നു ഷേഖ് ഹസീനെ പുറത്ത് നിർത്തിക്കൊണ്ട് യൂനസിനെ അധികാരത്തിലേറ്റ ഇക്കാലം അത്രയും പാടുപെട്ടത്, അധികാരത്തിൽ നിലനിർത്താൻ പാടുപെട്ടത്. ഒടുവിൽ അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിന്റെ മത്സര രംഗത്തേക്ക് കടക്കുമ്പോൾ യൂനസ് ഒന്ന് പതറി. കാരണം തനിക്ക് ബദലാകാൻ അവർ ഒരുങ്ങുന്നുവോ എന്ന്. ഈ ഘട്ടത്തിലാണ് അതിൻ്റെ നേതാവിനെ വെടിയേറ്റതും കൊല്ലപ്പെടുന്നതും. തുടർന്ന് നടന്ന പ്രക്ഷോഭങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇൻക്ലാബ് മഞ്ചിന്റെ ആ സംഘടനാ നേതാക്കൾ മുഹമ്മദ് യൂനസിന് ഒരു സമയബന്ധിതമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 24 മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുമെന്ന്. ഏതായാലും 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. യൂനസിന്റെ നാളുകൾ എണ്ണപ്പെട്ടോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. യൂനസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നൊരു പിന്തുണ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒപ്പം തന്നെ ഇൻക്ലാബ് മഞ്ചിന്റെയുമായിരുന്നു. ഇൻക്ലാബ് മഞ്ച് എന്ന് പറയുന്ന സംഘടന പിന്തുണ പിൻവലിക്കുകയും യൂനസിനെതിരെ തിരിയുന്ന സാഹചര്യവും ഉരുത്തിരിഞ്ഞു വന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാനിലെ പോലെ ബംഗ്ലാദേശിലുള്ള ഈ ജമാഅത്തെ ഇസ്ലാമികൾ സംഘടിത സായുധ ഗ്രൂപ്പുകളല്ല, പകരം വെറും പ്രക്ഷോഭകാരികൾ മാത്രമാണ്. അതുതന്നെയാണ് അതിൻ്റെ വിഷയവും. ഇവിടെ യൂനസിന് പോകാൻ അനവധി രാജ്യങ്ങളുണ്ട്. നോബൽ പ്രൈസ് ജേതാവാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലടക്കം ഏത് രാജ്യങ്ങളിലും അഭയം തേടാൻ എളുപ്പവുമായിരിക്കും. തുർക്കിയുമായി ഈ അടുത്ത കാലത്ത് അടുത്ത ബന്ധമാണ് യൂനസ് സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. തുർക്കിയിലേക്ക് പലായനം ചെയ്യുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇതൊന്നുമല്ല ഇവിടെ പ്രസക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാദ്യമായി ഇന്ത്യയുടെ അടുത്തു കിടക്കുന്ന ഒരു രാജ്യത്തെ വിഷയങ്ങൾ, അത് ഇന്ത്യയെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇതിലാദ്യമായി റഷ്യ ഇടപെട്ടിരിക്കുന്നു. റഷ്യയുടെ ബംഗ്ലാദേശിലുള്ള അംബാസിഡർ തുറന്നടിച്ചു. പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകൂ. 1971 ഓർമ്മ വേണം. അന്ന് ഇന്ത്യ മാത്രമല്ല, ഞങ്ങളും ഇന്ത്യയും കൂടി തോളോട് തോൾ ചേർന്ന് നിന്നാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതിനുശേഷം ഇതുവരെ ഊഷ്മളമായ ബന്ധമായിരുന്നു നാം എല്ലാവരും തമ്മിൽ. അത് കുളമാക്കരുത്. കുളമാക്കിയാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന്. ഇതാദ്യമായി റഷ്യ കൂടി കളത്തിലെത്തുന്നു. വെറുതെയല്ല, പരസ്യമായി തന്നെ. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുമ്പോഴൊന്നും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇത്ര കനത്ത മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ റഷ്യ കൂടി വരുന്നു. നമുക്കറിയാം 1971 ഈ ബംഗ്ലാദേശ് രൂപീകരണ യുദ്ധവേളയിൽ അമേരിക്കയും പാകിസ്ഥാനും ചൈനയും അടക്കം ഒരു ഭാഗത്ത് അണിനിരന്നു നിന്നപ്പോൾ ഇന്ത്യക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ബംഗ്ലാദേശ് എന്നൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ അവരുടെ പടക്കപ്പലും അന്തർവാഹിനികളും അയച്ച് നമ്മളെ സഹായിച്ച രാജ്യമാണ് റഷ്യ. ആ റഷ്യ അതെല്ലാം എണ്ണി പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് 1971 ഓർമ്മകളിൽ ഉണ്ടാകണമെന്ന് ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി പ്രത്യക്ഷമായി ബംഗ്ലാദേശ് വിഷയത്തിൽ ഒരു രാജ്യം ഇടപെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതുവരെ പരോക്ഷമായി നിന്ന് കളിച്ചവരേറെയുണ്ട്. ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അമേരിക്കയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് വിഷയം ഇങ്ങനെ കത്തിത്തന്നെ നിൽക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെ തടയിടുക പ്രയാസകരമാണ്. പാകിസ്ഥാനെ കൊണ്ട് തടയിടാമെന്ന് കരുതിയാൽ അത് യുദ്ധത്തിലേക്ക് കലാശിച്ചു. ബംഗ്ലാദേശ് ആകുമ്പോൾ അത്ര പെട്ടെന്ന് ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്യില്ല. കാരണം ഇന്ത്യക്കൊരു മൃദു സമീപനം ബംഗ്ലാദേശികളോടുണ്ട്. അത് തന്നെ മുതലെടുത്ത് മുൻപോട്ട് പോകാനുള്ള നീക്കമായിരുന്നു.
പക്ഷേ എല്ലാം തകിടം മറിയുകയാണ്. ഒന്ന് യുഎസിനെതിരെ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വലിയ വികാരം പ്രക്ഷോഭം, മറുഭാഗത്ത് റഷ്യ പോലെയുള്ള വമ്പൻ രാജ്യം മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നു. റഷ്യ കൂടി കളത്തിലെത്തുമ്പോൾ ഇനി അമേരിക്കയുടെ നിലപാട് പ്രത്യക്ഷമാകാതിരിക്കാൻ വഴിയില്ല. രഹസ്യമായി എത്ര നാൾ മുൻപോട്ട് പോകുമെന്നും അറിയില്ല. റഷ്യ കൂടി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇന്ത്യ ചില കടുത്ത നടപടികളിലേക്ക് കടന്നേക്കുമെന്ന് കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത് RSSന്റെ സർസംഘചാലക് കൂടി സൂചന നൽകുകയുണ്ടായി. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് അവിടെ കടന്നു കയറാനും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ രക്ഷിക്കേണ്ടതായ ഒരു സാഹചര്യം വരുമോ? അതോ ഒടുവിൽ രണ്ടും കെട്ട് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ അതിർത്തികളിൽ ചൊറിയലും മാന്തലും ആരംഭിക്കുമോ? ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഏതായാലും ബംഗ്ലാദേശ് വിഷയം ഇപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിഷയങ്ങളല്ല, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശല്ല, ഇപ്പോൾ ആകെ മാറി മറിയുന്നു. കൂടുതൽ രാജ്യങ്ങൾ ബംഗ്ലാദേശിൻ്റെ വിഷയങ്ങളിലേക്ക് ഇടപെടുന്നു. മുൻപൊക്കെ ചില ഇസ്ലാമിക രാജ്യങ്ങൾ, ചില അറബ് രാജ്യങ്ങൾ ഒരു മുന്നറിയിപ്പ് മാത്രം, അല്ലെങ്കിൽ സമാധാനത്തിൽ പോകണമെന്ന് ചില ഉപദേശങ്ങൾ മാത്രമാണ് ബംഗ്ലാദേശ് നൽകിയെങ്കിൽ റഷ്യ ഒരു പടി കൂടി കടന്നൊരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അവർ ആദ്യം പറയുന്നൊരു കാര്യം ഷേഖ് ഹസീനയെ വിട്ടുതരണമെന്നാണ്. പലരും പറയുന്നു ഷേഖ് ഹസീനയെ വിട്ടുകൊടുത്തുകൂടെ എന്ന്. 57 അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അഭയം കൊടുക്കാതിരുന്നിടത്താണ് ഇന്ത്യ പോലൊരു രാജ്യം തങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിന് അഭയം കൊടുത്തിരുന്നത്. ഇപ്പോഴും ഇന്ത്യയുടെ നിലപാട് അവർക്ക് വേണമെങ്കിൽ പോകാമെന്നാണ് ഷേഖ് ഹസീന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ ഭരണകൂടത്തിന് മുൻപിലേക്ക് പോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല. പുതിയൊരു ഭരണകൂടം വന്നാൽ അവിടെ ജുഡീഷ്യറിക്ക് ആ പവർ തിരിച്ചു കിട്ടിയാൽ താൻ പോകുമെന്നാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന എന്തിനും ഏതിനും, അതായത് ബംഗ്ലാദേശിൽ ഒരു കൊതുക് ചത്താൽ പോലും അതിൻ്റെ ഉത്തരവാദി ഇന്ത്യ ആകുന്ന സാഹചര്യം. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വിദ്യാർത്ഥി നേതാവിന് കൂടി വെടിയേറ്റത്. അദ്ദേഹത്തിന് നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. മോത്തിലാൽ സെക്ടറോ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി നേതാവ് കൂടി കൊല്ലപ്പെടുകയാണെങ്കിൽ പ്രതിഷേധം ഏതൊരു തരത്തിൽ വ്യാപിക്കും എന്നറിയില്ല. ഏതായാലും കൊലയാളികൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെയാണ് വെടിയുതിർക്കുന്നതും വീട് കത്തിക്കുന്നതുമൊക്കെ. ബംഗ്ലാദേശിന് ആ പ്രതികളെ ഇത്രയും ദിവസത്തിനകം പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ മാത്രം വിഷയമാണ്. അതിനെല്ലാം ഇന്ത്യയെ പഴിചാരുക വെറും നിലനിൽപ്പിൻ്റെ ഒരു വിഷയം മാത്രമാകുന്നു. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.